ഹലോ ഗായ്സ്, അപ്പം ബാൻഫ് ട്രിപ്പിൻ്റെ പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവർ പാർട്ട് 1 കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഹലോ ഗായ്സ്, ഈ മലയിലോട്ടാണ് പിച്ച വെച്ച് കയറാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളപ്പം യാത്രകൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇനി മണ്ടയ്ക്ക് ചെന്നിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ. ഓർഡറാ, ബൈ ബൈ. ഇതാണ് ലേക്ക് ലൂയിസ്. ബാൻഫിലൊരു ഫേമസ് ലേക്കാണ്. ഇത് പച്ച കളറാണ് ഇതിൻ്റെ വെള്ളം, നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. ഇത് വിൻ്റർ സമയത്ത് ഈ ലേക്ക് ഫ്രോസൺ ആവും. അപ്പം നമുക്ക് അങ്ങ് വരെ നടന്നു പോകാൻ പറ്റും. വിൻ്ററിൽ ഞങ്ങൾ ഈ മലയുടെ മണ്ടയിലോട്ടാണ് ഹൈക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം ഗ്രൗണ്ട് ലെവലിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ നമ്മുടെ അലക്സ് വന്നപാടെ ഫാമിലി ഫോട്ടോ എടുത്ത് കൊടുക്കൽ തുടങ്ങി. അവൻ്റെ ഫോട്ടോ എടുത്തില്ലെങ്കിലും അവൻ ആൾക്കാരുടെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത് അവൻ്റെ ഒരു ഹോബിയാണ്. കൊള്ളാം, ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ അലക്സ് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഇപ്പോൾ ഫ്രീ ആയി. ഇപ്പം നമ്മളങ്ങോട്ട് മണ്ടയിലോട്ട് കയറാൻ തുടങ്ങുവാണ്. അപ്പോൾ ആദ്യമേ കുറച്ച് സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇപ്പം സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കയറി കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു മല കയറുന്ന പോലെ ആ ഹൈക്കിങ്ങിൻ്റെ ഒരു ഫീല് കിട്ടത്തുള്ളൂ. അപ്പോൾ ഗായ്സ്, നമ്മൾ അങ്ങോട്ട് കയറി തുടങ്ങി. ഇപ്പോഴാണ് ആ യഥാർത്ഥ ഹൈക്കിങ്ങിൻ്റെയൊക്കെ ഒരു ഫീല് കിട്ടിയത്. നമ്മൾ ഷർട്ടും പാൻറ്റൊക്കെ ഇട്ട് നൈസായിട്ട് ഒരു കുപ്പി വെള്ളമായിട്ടാണ് പോകുന്നത്. ബാക്കിയുള്ളവരൊക്കെ പക്കയായിട്ട് അവർ ഹൈക്ക് ചെയ്യാനുള്ള ടൂൾസും മറ്റേ മൂവും കാര്യങ്ങളൊക്കെ. നമ്മളെ അതൊന്നുമില്ല. നമ്മളൊരു കുപ്പി വെള്ളമായിട്ട് ഒറ്റ മൈൻഡ് യാത്രയാണ്. നമ്മളിപ്പോൾ അത്യാവശ്യം കയറി തുടങ്ങി. ആ കാണുന്നത് ആ കണ്ട ലേക്ക് ലൂയിസാണ്. അതിൻ്റെ കളർ കണ്ടോ, നല്ല പച്ച കളറാണ്. മണ്ടയിൽ നിന്നുള്ള ഭംഗി ഇതിലും കണ്ടോ, മണ്ടയിൽ നിന്ന് നോക്കേ, നല്ല ഭംഗിയാണ്. നല്ല പച്ച കളറാണ് ആ വെള്ളത്തിൻ്റെ കളർ. അപ്പോൾ ഗായ്സ്, ഇതാണ് മിറർ ലേക്ക് എന്നറിയപ്പെടുന്നത്. ഇത് നമ്മൾ ഹൈക്ക് ചെയ്ത് ഉള്ള ഫസ്റ്റ് പോയിൻ്റാണ്. നമ്മൾ അതിൻ്റെ ഏറ്റവും മണ്ടയിലോട്ടാണ് പോകുന്നത്. ഇതിനെ മിറർ ലേക്ക് എന്ന് പറയും. ഇതൊരു ലേക്കാണ്. ആ മണ്ടയിൽ കാണുന്ന ആ ഒരു പിക്ചറിനെ കറക്റ്റായിട്ട് തന്നെ താഴെയും ആ വെള്ളത്തിലും കാണാൻ പറ്റുന്നതുകൊണ്ടാണ് ഇതിന് മിറർ ലേക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പിനെ ഒരു 6 മണി 5:30 ആകുമ്പോഴത്തേക്ക് കയറി തുടങ്ങാനായിരുന്നു പ്ലാൻ. പക്ഷേ ഇന്നലെ പിന്നെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് വന്ന് വണ്ടി കിടന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങി. അതുകൊണ്ട് ഒരു ഇച്ചിരി ലേറ്റായി. പക്ഷേ നമ്മൾ ഒരുപാട് ലേറ്റല്ല. ഇതാണ് ആ മണ്ടയിലോട്ട് പോകുമ്പോഴത്തേക്കുള്ള വഴികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങളൊരു വേറൊരു കാട് വഴിയാണ് എടുത്തത്. അതുകൊണ്ടാണ് ഇത്രയും വീതി കുറവ്. അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല വീതിയുള്ള വഴികളുണ്ട്. നമ്മൾ ഒരു അഡ്വഞ്ചർ എന്നുള്ള രീതിയിൽ ഇങ്ങനെയാണ് എടുത്തത്. ആ കാണുന്ന മലകളൊക്കെ നോക്കേ, ഇതൊക്കെ വിൻ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് മഞ്ഞത്ത് മൂടും. ഇപ്പം മലയുടെ മണ്ടയിലാണെങ്കിൽ ഒരുപാട് വിവിധ തരത്തിലുള്ള പൂക്കളൊക്കെ കണ്ടായിരുന്നു. താഴെ പോകുന്ന വഴിക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷേ മണ്ടയിലോട്ട് എത്തിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഓൾമോസ്റ്റ് ഞങ്ങൾ ഏറ്റവും ടോപ്പിൽ എത്താറായി. ആ താഴെ കാണുന്നുണ്ടോ, അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ആ ലേക്കിൻ്റെ അവിടെ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹൈറ്റിലെത്തി നമ്മൾ. അപ്പം നമ്മുടെ ജെറിനാണെങ്കിലും മണ്ടയ്ക്ക് നിന്ന് എൻ്റെ അലക്സിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ സാധാരണ വഴിയല്ല ഉപയോഗിച്ചത്. ഞങ്ങൾ കുറച്ച് അഡ്വഞ്ചറസിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെയുള്ള വഴികളാണ് ഉപയോഗിച്ചത്. പക്ഷേ നല്ല ഫണ്ണായിരുന്നു കയറിയൊക്കെ പോകാൻ. ഒരു എക്യുപ്മെൻസും ഇല്ലായിരുന്നു. വീണായിരുന്നെങ്കിലും നല്ല ഫണ്ണായേനെ. കണ്ടോ, ആ ടോപ്പിൽ നിന്നുള്ള വ്യൂ നോക്കേ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. അപ്പം നമ്മൾ മലയുടെ ഓൾമോസ്റ്റ് ടോപ്പിലെത്താറായി. ജെറിനവിടെ സ്കിൽ ഉപയോഗിച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡായി. കാരണം നമുക്കിതൊന്നും ശീലമില്ലാത്ത കാര്യമായതുകൊണ്ട് നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കയറി വരുന്ന വഴികളെല്ലാം നല്ല രീതിയിൽ പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നിട്ട് താഴോട്ടുള്ള വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. നോക്കിയാൽ നമ്മൾ അത്യാവശ്യം നല്ല ഉയരത്തിൽ നിൽക്കുകയാണ്. താഴെ നോക്കിയ ഒരു പച്ച കളർ ഒരു വര കാണാം. അതാണ് നമ്മളെ ലേക്ക് ലൂയിസ്. ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലെ ഇവിടെ നിന്നാലേ ആ ലേക്കിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഭംഗി നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ ഏറ്റവും മണ്ടയ്ക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിന്നിട്ട് താഴോട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അതിൻ്റെ
ഒരു ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ നദി ഒഴുകുന്നതൊക്കെ, ആ ലേക്ക് ഒഴുകുന്നതൊക്കെ, ആ ലേക്കിൻ്റെ കളർ നോക്കേ, കറക്റ്റ് പച്ച കളറാണ്. ഞങ്ങൾ ഏകദേശം ഏറ്റവും ടോപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. പറയാൻ പറ്റുന്നില്ല, ഒരുപാട് ആസ്വദിച്ച്. ഇനി തൊട്ട് ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ലൈവായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇത് ആ മലയുടെ മണ്ടയിലുള്ള വേറെ ഒരു ലേക്കാണ്. ഇവിടെ ഇത് ഒരുപാട് താഴെയല്ല ആ ലേക്കുള്ളത്. അപ്പം ഞങ്ങൾ ഏറ്റവും ടോപ്പിലെത്തി. ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഭയങ്കര ഭംഗിയുള്ളൊരു വ്യൂ ആണ്. നമുക്ക് ഈ ബാൻഫ് എന്ന് പറയുന്നത് തന്നെ, അവിടെ നോക്കി, അവിടെ ചെറിയ ബോട്ടുകൾ പോകുന്നുണ്ട്. അതൊക്കെ മറ്റേ എറുമ്പ് കിടക്കുന്ന പോലെയാണ് നമുക്ക് കാണുന്നത്. അത്യാവശ്യം ഏറ്റവും ടോപ്പിലാണ്, ആ മലയുടെ ഏറ്റവും ടോപ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പയ്യനെ താഴോട്ടിറങ്ങി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മലയുടെ മണ്ടയ്ക്ക് തന്നെയുള്ളൊരു നദിയാണ്. അതിൻ്റെ മണ്ടയ്ക്ക് തന്നെയുള്ള, ഏറ്റവും താഴെയുള്ള അതല്ല. ഞങ്ങൾ തിരിച്ച് നേരെ അങ്ങോട്ടേക്കാണ് വന്നത്. ഇവിടെ മഞ്ഞുരുകുമ്പോഴത്തേക്ക് നല്ലൊരു വാട്ടർഫോൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ചെറിയൊരു വാട്ടർഫോൾസൊക്കെ പോലുണ്ട്. ഒരുപാട് വലുതല്ല, ആ മലയുടെ മണ്ടയിൽ നിന്ന് വരുന്ന ചെറിയൊരു വാട്ടർഫോൾസ്. എന്നാലും വെള്ളം നല്ല പറയത്തില്ലേ, കണ്ണീര് കണക്കത്തെ വെള്ളമാണ്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. പിന്നെ ഈ ബാൻഫ് എന്ന് പറഞ്ഞത് വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ആണ് ലോകത്തിൽ തന്നെ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് അത്യാവശ്യം നല്ല താഴ്ചയുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് താഴോട്ട് വരാൻ നേരത്ത് ഒരു ഫാമിലിയാണ് ഒരു കുതിരയുടെ മണ്ടയിലാണ് ഹൈക്ക് ചെയ്യുന്നത്. അവിടെ കുതിരയൊക്കെ അറിയാമല്ലോ, കയറി അങ്ങ് പോകും. എന്താ, ഒരു ഫാമിലി മൊത്തത്തിലുണ്ട്. അങ്ങനെ മലയൊക്കെ ഇറങ്ങി വന്നിട്ട് ഇന്നലെ വൈകുന്നേരം കഴിച്ച ആ ആട്ടുംകാലിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വേവിക്കാനുള്ള പുറപ്പാടിലാണ്. ഇതെല്ലാം നമ്മൾ റോഡ് സൈഡിലാണ് ചെയ്യുന്നത്. കാരണം എല്ലാവരും നല്ല രീതിയിൽ ടയേർഡായി. ആർക്കും ശീലമില്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ ടയേർഡായി. ഇനിയിപ്പോൾ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി ഞങ്ങൾ കയാക്കിങ്ങിനും കൂടി പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഫുഡെല്ലാം കഴിഞ്ഞ് ഞങ്ങളിവിടെ എമറാൾഡ് ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽബർട്ടയിൽ തന്നെ ഒരു ലേക്കാണ്. അവിടെ കയാക്കിങ്ങിന് വന്ന്, അങ്ങനെ ആ കയാക്കിങ്ങിനുള്ള ക്യൂവിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഓരോരുത്തരെ ലൈഫ് ഗാർഡൊക്കെ സേഫ്റ്റി ജാക്കറ്റ്സൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ട് ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്തിട്ട് വിടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരും മഞ്ഞ കളർ വെസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞങ്ങളും ഒരു ബോട്ട് കിട്ടി. 1 മണിക്കൂറത്തേക്കാണ് നമുക്ക് കിട്ടുന്നത്. സത്യത്തിൽ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി ടയേർഡാവും. ഇങ്ങനെ പിടിയടാ അലക്സേ, ഇത് കണ്ടോ? ഞാൻ നിന്നെ പോലെ പ്രോയൊന്നുമല്ല, ഫസ്റ്റ് ടൈമാടാ. സെറ്റ്. ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ ട്രിപ്പ് ഒഫീഷ്യലി കഴിഞ്ഞ്. ഞങ്ങളുടെ ലാസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്ന എമറാൾഡ് ലേക്ക് ആയിരുന്നു. അവിടെ നിന്ന് ഒരു 1 hour കയാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിനി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഗായ്സ്, ഞങ്ങളുടെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിയാണ്. നല്ലൊരു ദിവസമായിരുന്നു. രാവിലെ ഒരു ഹൈക്കിങ് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടൊരു 1 hour കയാക്കിങ് ചെയ്ത് അപ്പോൾ തിരിച്ച് വണ്ടി ഓട്ടിക്കുന്നത് അലക്സാണ്. അങ്ങോട്ട് പോയപ്പോൾ മൊത്തം ഞാൻ വണ്ടി ഓട്ടിച്ചുകൊണ്ട് അവന് വണ്ടി വേണമെന്ന് പറഞ്ഞ്, അപ്പം അവനാണ് വണ്ടി ഓട്ടിക്കുന്നത്. മെയിൻ ഡ്രൈവർ, മെയിൻ 50 സോണിങ് എത്രയല്ല പോകുന്നത്? അടുത്ത മെയിൻ വിക്ടറി, വി ഫോർ വിക്ടറി. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഗോസ്റ്റ് ലേക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിർത്തി. അവിടെ ആണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി
അവിടെ ആണെങ്കിൽ ഇത് കണക്ക് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വിൻ്റർ ആകുമ്പോൾ ഇവിടെ മൊത്തം ഫ്രീസ് ആവും. അപ്പോൾ ഇവിടെ മൊത്തം കാറുകൾ ഡ്രിഫ്റ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ആൾക്കാർ അവരുടെ വണ്ടികളുടെ ബാക്കിൽ ബോട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കുറച്ച് നേരം കായലിൽ കളിക്കും, എന്നിട്ട് തിരിച്ച് വീട്ടിൽ പോവും. അങ്ങനെ ഞങ്ങളും വീട്ടിൽ പോവാണ് ഗായ്സ്. ബൈ.